അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇയാളാണെന്ന്. ഇത് കഴിഞ്ഞ RFCയിൽ സെക്കൻഡ് പ്രൈസ് അടിച്ച ആളാണ്, ടെറാ ട്രൂപ്പേഴ്സ് ടോപ്പ് ഗൺ. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതങ്ങനെ കോൾ സ്റ്റാർട്ട് എന്ന് പറയാന്ന് വെച്ചാൽ കുറച്ച് കാലം നിർത്തിയിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാതെ കുറേ കാലപ്പഴക്കമൊന്നുമില്ല. അന്ന് RFC പോയി കളിച്ച് വന്നിട്ട് പിന്നെ ഇങ്ങനെ നിർത്തിയിട്ടാണ് ആള്. ഓക്കെ, നമുക്ക് ബോണറ്റും തുറന്നു നോക്കാം, എൻജിൻ സൈഡ് ഒന്ന് നോക്കാം. നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം കുറവൊന്നുമില്ല, എന്നാലും ഒരു മര്യാദക്കാരെ ഓവർഫ്ലോയിലൂടെ പോവും. ഇതാണ് വണ്ടിയുടെ എൻജിൻ. അല്ല, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വണ്ടി മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം. ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ ഒരു അഗ്രസീവ് ലുക്കാണ് ആൾക്ക്. ഇങ്ങനെ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് റോൾ ഗേജ് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു സാധനമാണ്. പിന്നെ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഓഫ് റോഡുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയണ കേസാണ്. അറിയാത്തവർക്കും പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്കും ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്നുള്ളൊരു കൺസെപ്റ്റിൽ എടുക്കുന്ന വീഡിയോ ആണ്. ഇത് വിഞ്ച് പ്ലേറ്റ് ആണ്. വിഞ്ച് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലം. പിന്നെ ഫാം ജാക്കിൻ്റെ ആണ് അല്ലേ. സ്നോർക്കൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അയൺമാൻ്റെ സസ്പെൻഷനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ബം സ്റ്റോപ്പ് ഉണ്ട്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ദുബായിൽ നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ആ, അതിന് പകരം അത് ഓക്കെ. ഇതിൻ്റെ ട്യൂബൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം ലെങ്ത് ഉള്ള ട്യൂബാണ് വേറെ. പിന്നെ ഇത് ലാസ്റ്റ് RFC പോയത് അതിൻ്റെ സ്റ്റിക്കറാണ്, ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. റെയിൻ ഫോറസ്റ്റ് ചാലഞ്ച്, അത് ഗോവയിലായിരുന്നു നടന്നിരുന്നത്. ഇതിൻ്റെ ഓണർ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിറിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ആള് പുറത്തുള്ള ആളാണ്, മുംബൈ സ്വദേശിയാണ്. പിന്നെ വണ്ടിയിൽ വരുന്നത് CST ടയറുകളാണ്. സൈഡിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുട് സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഉണ്ടോ. അയൺമാൻ്റെ സസ്പെൻഷൻ 4 സൈഡും അയൺമാൻ്റെ സസ്പെൻഷനാണ്. പിന്നെ നമ്മളെ ഡീസൽ ടാങ്ക് വരുന്നത് ഇതിൽ തന്നെയാണ്. ഇതൊരു പാസഞ്ചർ വണ്ടി അല്ലാത്ത കാരണം ഇവിടെ തന്നെ വെക്കാൻ കഴിയുള്ളൂ. അടിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മേലേക്ക് ആക്കിയതാണ്. ഓക്കെ, പിന്നെ ഡീസൽ ടാങ്കിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഒക്കെ പോലെ നടക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്, സിലിണ്ടറിൻ്റെ പോലെ. ഇത് കട്ടിംഗ് ബ്രേക്കിൻ്റെ ആണെന്ന് അറിയാം, പക്ഷേ ഇതിന് എന്താണെന്ന് പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക. ഓഫ് റോഡ് കിങ്ങുകൾ ധാരാളം ഉണ്ടെന്ന് എനിക്കറിയാം, അവർ കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് കുറച്ച് LED ലൈറ്റുകൾ കാണാം. അതിന് തൊട്ടതായിട്ട് ലാഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ലാഡറോ ലൈറ്റോ? ഓ, ലൈറ്റ് സൈഡിലുണ്ടെന്നാണ് പറയണത്. പിന്നെ ലാഡർ ഉണ്ട്. ലാഡർ ഇതിൻ്റെ ഉള്ളിൽ 2 സെറ്റ് ഉണ്ട്. ഇതെന്താ പറയുക, സ്റ്റെയർ അല്ലേ വണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കണല്ലേ? ഓക്കെ, വണ്ടിയിൽ ഇട്ട് കൊടുക്കണ സംഭവമാണ്. വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. ചിലപ്പോൾ വീഡിയോയിൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് ഫ്രണ്ട് ഭാഗം. സൗണ്ടും നല്ല സൗണ്ടാണ് ഗൈസ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല, അങ്ങനെ റോഡിലൂടെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സൗണ്ടാണ്. അത്യാവശ്യം ലൗഡാണ് വണ്ടി. വണ്ടിയുടെ ഉൾവശം ഒന്ന് കാണാം.
ഇന്നല്ലേ കാല് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം കയറാൻ. സീറ്റൊക്കെ ബക്കറ്റ് സീറ്റാണ്. ബാക്കിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് ബ്രേക്കിൻ്റെ എയറിൻ്റെ സിലിണ്ടർ വരുന്നുണ്ട്. കംപ്രസർ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗേജ് ഇവിടെ ഉണ്ട്. ഓക്കെ, എയർബിൻ്റെ ആണ്. ഓക്കെ, പിന്നെ ഇത് പലർക്കും സുപരിചിതമായിരിക്കും. ഇതിലുള്ള സംഭവങ്ങൾ കാണുന്നതൊക്കെ ഒട്ടുമിക്കം കുറേ ഓഫ് റോഡ് വണ്ടികളിൽ കണ്ടതായിരിക്കും. അത് നമ്മൾ അറിയാത്തവർക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, പിന്നെ JCBൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അധികം കുറേ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, എന്നാലും നമ്മളൊരു വിനോദം എന്ന നിലക്ക് എന്താ പറയുള്ളത്, JCBൻ്റെ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ വണ്ടി ഓൺ ആൻഡ് ഓഫ് ചാവി ഉണ്ടെങ്കിൽ പോലും ഇത് പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് വണ്ടി ബാറ്ററിയിലോട്ടുള്ള കണക്ഷൻ ഓൺ ആവാനുള്ള ഒരു ഷോർട്ട് കട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്കിതിനെ പറ്റി വലിയ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ പറയാനറിയുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഓഫ് റോഡ് കിങ്ങുകൾ ക്ഷമിച്ച് സഹകരിക്കുക. അല്ല, ടോപ്പ് ഗൺ വണ്ടിയുടെ പേരാണ്. ഓക്കെ, ഗിയർ നോബ് പമ്പരമാണെന്നാണ് പറഞ്ഞത്. കറക്റ്റ് ഒരു പമ്പരത്തിൻ്റെ ഷേപ്പ് തന്നെ അല്ലേ. ലോക്കറും ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കട്ടിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചുകൾ വരുന്നുണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഇവിടെ കോ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റും ഉണ്ട്. ഓക്കെ, അതേപോലെ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. നല്ല ടെറൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾ പിടിച്ച് കയറി പോകും, അതിനുള്ള ഒരു സെറ്റപ്പാണത്. ഓക്കെ, പിന്നെ 2 സ്വാഭാവികമായിട്ടും വരുന്ന ഗിയറുകളുണ്ട്. 4x4 ആണ്. പിന്നെ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ ഇതിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇട്ട് കാണിക്കും. വെറൈറ്റി സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നടക്കണ്ടേ, ക്ലിപ്പ് ചെയ്ത് കാണിച്ചോളൂ. ഇങ്ങനെയാണോ? പിന്നെ ടർബോന്റെ ഇന്ന് ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിൻ ടു പിൻ മൊഡ്യൂൾസ് എല്ലാം ഈ സാധനത്തുമേ കൊടുത്തിട്ടുള്ളത്. ഇതിന് കേട്ടറിവാണ് ഏറ്റവും വലിയ സത്യം. ഇത് നമുക്ക് DI ടർബോ ആണ് വരുന്നത് എഞ്ചിന് അല്ലേ. എഞ്ചിന് പിന്നെ നിസാന്റെ പമ്പ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പവർ കൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഓക്കെ, നിസാന്റെ പമ്പ്. നിസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോഡ് കിങ് ഉണ്ടല്ലോ, മഹീന്ദ്ര ലോഡ് കിങ്, അതിനാണ് നിസാൻ എന്ന് പൊതുവെ പറയാറ് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറ്? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ്? ഞാനും മറ്റേ ഇവിടെ അവരുടെ നാട്ടിൽ അത് തന്നെ പറയാറ്. ഓക്കെ, പിന്നെ നല്ല ഒരു റോൾ ഗേജും സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോൾ ഗേജ് നമ്മൾ ഊരി കൊണ്ടുവന്നു. അത് ഈ വണ്ടീൻ്റെ ആയിരുന്നു കേട്ടോ. പകരം അത് ഊരിയിട്ട് ചെയ്ത റോൾ ഗേജാണിത്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. വണ്ടീൻ്റെ പവർ ഒന്ന് കാണാം. ഇനി സൗണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല, വണ്ടി നല്ല നോയ്സാണ്.